കണ്ണടയുള്ളവർക്ക് റെയിൽവേയിൽ എന്തൊക്കെ ജോലി കിട്ടും? നൈറ്റ് വിഷൻ ഇഷ്യൂസോ കളർ ബ്ലൈൻഡ്നെസ്സോ ഒക്കെ ഉള്ളവർക്ക് റെയിൽവേയിൽ നല്ല ജോലി കിട്ടുമോ? ഇത്തവണത്തെ RRB NTPCയുടെ നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ മുതൽ നമ്മൾ കേൾക്കുന്ന ഡൗട്ടുകളാണിത് അല്ലെ. RRB NTPCയുടെ നോട്ടിഫിക്കേഷനിൽ A1, A2, A3, B1, B2, C1, C2 എന്നൊക്കെ പറഞ്ഞ് പല പോസ്റ്റുകൾക്കുമായി പല മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് കാണാം. എന്തൊക്കെയാണ് ഈ മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ്? ഓരോ ജോലിക്കുമുള്ള മെഡിക്കൽ സ്റ്റാൻഡേർഡ് നമുക്ക് ഉണ്ടോ എന്ന് നമ്മൾ എങ്ങനെയാണ് ഡിസൈഡ് ചെയ്യുക? തുടങ്ങിയിട്ടുള്ള മെഡിക്കൽ സ്റ്റാൻഡേർഡ്സിനെ പറ്റിയുള്ള നിങ്ങളുടെ എല്ലാ സംശയങ്ങളുടെയും ഉത്തരമാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. RRB NTPC 2025 നോട്ടിഫിക്കേഷൻ വന്ന സമയത്തുള്ള എല്ലാ പോസ്റ്റുകളുടെയും മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് ഡീറ്റെയിൽഡ് ആയി ഡിസ്കസ് ചെയ്യുന്ന വീഡിയോ ആണിത്. അപ്പോൾ നമുക്ക് ഇന്ന് ആദ്യം തന്നെ ഡിസ്കസ് ചെയ്യാനുള്ളത് NTPCയുടെ PDF-ലൊക്കെ നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് നമ്മൾ കാണുന്നത് ഇങ്ങനെ ഒരു പേജാണ്. അതിപ്പോൾ ഗ്രാജുവേറ്റ് ലെവലിൽ നോക്കിയാലും അണ്ടർ ഗ്രാജുവേറ്റ് ലെവലിൽ നോക്കിയിട്ടുണ്ടെങ്കിലും A1, A2, A3, B1, B2, C1, C2 എന്നിങ്ങനെ കാണാം. അപ്പോൾ ഇതിൽ എന്താണ് A1, എന്താണ് A2, ഈ C1 എന്താണ്, C2 എന്താണ് എന്നൊക്കെ നമുക്ക് ആദ്യം അറിയണമെങ്കിൽ ഇതിൽ പറയുന്ന ടെസ്റ്റുകൾ എന്തൊക്കെയാണ് എന്ന് നമുക്കൊന്ന് നോക്കണം. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ A1-ന്റെ ടെസ്റ്റുകൾ നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ ഫിസിക്കലി ഫിറ്റ് എന്ന് കാണിക്കുന്നുണ്ട്. അതിനുശേഷം വിഷ്വൽ സ്റ്റാൻഡേർഡ്സിനാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഹൈറ്റോ അല്ലെങ്കിൽ നിങ്ങളുടെ വെയിറ്റോ ഇതിന് യാതൊരു റെസ്ട്രിക്ഷൻസും ഇല്ല. പകരം നിങ്ങളുടെ വിഷൻ സ്റ്റാൻഡേർഡ്സ് ആണ് ഈ എല്ലാ പോസ്റ്റുകളിലേക്കുമുള്ള നിങ്ങളുടെ എലിജിബിലിറ്റി ഡിറ്റർമൈൻ ചെയ്യുന്നത്. അപ്പോൾ അതിൽ നിങ്ങൾ ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റും ഫോഗിംഗ് ടെസ്റ്റ് ഉണ്ട്, കളർ വിഷൻ ടെസ്റ്റ് ഉണ്ട്, ബൈനോക്കുലർ വിഷൻ ഉണ്ട്, ഫീൽഡ് ഓഫ് വിഷൻ ഉണ്ട്, നൈറ്റ് വിഷൻ ഉണ്ട്. എന്താണ് ഈ ടെസ്റ്റുകളൊക്കെ? എന്താണ് ഈ ബൈനോക്കുലർ വിഷൻ എന്ന് പറയുന്നത്? തുടങ്ങിയിട്ടുള്ള ഈ ടെസ്റ്റുകളൊക്കെ ആദ്യം എന്താണ് എന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമാണ് നമ്മുടെ യോഗ്യത നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ഈ ടെസ്റ്റുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് ഡിസ്റ്റൻസ് വിഷൻ ടെസ്റ്റ് എന്ന് പറയുന്ന ദൂരക്കാഴ്ച നിങ്ങൾക്ക് ഉണ്ടോ എന്ന് പരിശോധിക്കുന്ന ഒരു ടെസ്റ്റാണ്. എപ്പോഴെങ്കിലും നിങ്ങൾ ഐ ചെക്കപ്പിനൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലൊരു ബോർഡ് നിങ്ങൾ ആ പോയിരിക്കുന്ന ഡോക്ടറുടെയോ ഒക്കെ ഓഫീസിൽ കണ്ടിട്ടുണ്ടാകും. ഇവിടെ ഒരു വലിയ ലെറ്റർ, അത് ഇംഗ്ലീഷ് ആവണമെന്നില്ല, മലയാളമാകാം, നമ്പേഴ്സ് ആകാം, ഇങ്ങനെ താഴെ വരെ പല വലുപ്പത്തിൽ എഴുതി വെച്ചിരിക്കുന്ന കാണാൻ പറ്റും അല്ലേ. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ സെക്കൻഡ് ലാസ്റ്റ് ലൈൻ നിങ്ങൾക്ക് വായിക്കാൻ പറ്റുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ദൂരക്കാഴ്ച 6/6 ആണ്. ഓക്കെ, സോ ഈ 6/6ഉം 6/9ഉം ആണ്. അതാ നിങ്ങൾക്ക് ഇവിടെ കാണാം 6/6 ചില പോസ്റ്റിനുണ്ട്, 6/9 ചില പോസ്റ്റിന് വരുന്നുണ്ട്, 6/12 വീണ്ടും മറ്റു ചില പോസ്റ്റുകൾക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ 6/6 വിഷൻ എന്ന് നമ്മൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഈ തന്നിരിക്കുന്ന ചാർട്ടിന്റെ സെക്കൻഡ് ലാസ്റ്റ് ലൈൻ നിങ്ങൾക്ക് വായിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ 6/6 ആണ് നിങ്ങളുടെ വിഷൻ. അതേസമയം നിങ്ങൾക്ക് ഇത് വായിക്കാൻ പറ്റുന്നില്ല, തേർഡ് ലാസ്റ്റ് ആണ് വായിക്കാൻ പറ്റുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വിഷൻ 6/9ഉം, ഫോർത്ത് ലാസ്റ്റ് നിങ്ങൾക്ക് വായിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് 6/12 ആണ്. ഓക്കെ, അപ്പൊ മനസ്സിലായല്ലോ, ഇതാണ് നിങ്ങളുടെ ഡിസ്റ്റൻസിന്റെ വിഷൻ ടെസ്റ്റ് എന്ന് പറയുന്നത്. ദൂരക്കാഴ്ച നിങ്ങൾക്ക് എന്തുമാത്രം ഉണ്ട് എന്ന് അനലൈസ് ചെയ്യുന്ന ടെസ്റ്റാണിത്. ഇനി അടുത്തതായിട്ട് വരുന്ന ടെസ്റ്റ് നമ്മുടെ അടുത്ത് നിന്ന് നിങ്ങൾക്ക് എന്തെല്ലാം കാര്യങ്ങൾ വായിക്കാൻ പറ്റും എന്നുള്ളതാണ്. സോ ഇവിടെ നിയർ വിഷൻ ടെസ്റ്റിൽ നിങ്ങൾക്ക് കൂടുതലായിട്ടും ഒരു ഡോക്യുമെന്റ്, ഒരു പേപ്പറോ ഒരു മാഗസിനോ എന്തെങ്കിലും ആയിരിക്കും തന്നിട്ടുണ്ടാവുക. അപ്പോൾ അതിൽ പല സൈസുകളിൽ ലെറ്റേഴ്സ് ഇങ്ങനെ പ്രിന്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാകും. അപ്പോൾ ഇതിൽ ഓരോ പോസ്റ്റിന്റെയും റിക്വയർമെന്റ് അനുസരിച്ച് ഓരോ ലെവൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിൽ ഏതാണോ നിങ്ങൾക്ക് വായിക്കാൻ പറ്റുന്നത് അതാണ് നിങ്ങളുടെ അടുത്ത് നിന്നുള്ള അല്ലെങ്കിൽ നിയർ വിഷൻ കാഴ്ച എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ കണ്ണട വെച്ചിട്ടോ കണ്ണട വെക്കാതെ ഒന്നും എടുത്ത് പറയുന്നില്ല. കാരണം ചില പോസ്റ്റുകൾക്ക് കണ്ണട വെച്ചാലും പ്രശ്നമൊന്നുമില്ല, എന്നാൽ ചില പോസ്റ്റുകൾക്ക് നിങ്ങളുടെ ലേസർ സർജറി ചെയ്താലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. സോ അതുകൊണ്ടാണ് ഞാനിവിടെ കണ്ണട വെച്ചിട്ടോ കണ്ണട വെക്കാതെയോ എന്ന് എടുത്ത് പറയാത്തത്. അത് നമ്മുടെ പോസ്റ്റുകൾ ഡിസ്കസ് ചെയ്യുമ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ കവർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഇനി അടുത്ത് വരുന്ന ഒരു ടെസ്റ്റാണ് ഫീൽഡ് ഓഫ് വിഷൻ ടെസ്റ്റ്. അപ്പോൾ എന്താണ് ഈ ഫീൽഡ് ഓഫ് വിഷൻ ടെസ്റ്റ് എന്ന് പറയുന്നത്? നിങ്ങൾ ശ്രദ്ധിക്കുക, നമ്മളിപ്പം നേരെയാണ് നോക്കുന്നതെങ്കിലും നിങ്ങളുടെ സൈഡിൽ അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ എന്തെങ്കിലും നടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റില്ല, പക്ഷെ ആ മൂവ്മെന്റ് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റും അല്ലെ, എന്തോ ഉണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതിനെയാണ് നമ്മളിവിടെ ഫീൽഡ് ഓഫ് വിഷൻ ടെസ്റ്റ് എന്ന് പറയുന്നത്. സോ നേരെ നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നത് കൂടാതെ നിങ്ങളുടെ രണ്ട് പെരിഫറൽ സൈഡുകളിലും നടക്കുന്നത് ചലനങ്ങൾ നിങ്ങൾക്കത് ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഇതിനെയാണ് നമ്മൾ ഫീൽഡ് ഓഫ് വ്യൂ അല്ലെങ്കിൽ ഫീൽഡ് ഓഫ് വിഷൻ ടെസ്റ്റ് എന്ന് പറയുന്നത്. ഇനി അടുത്തതായിട്ട് വരുന്നത് ബൈനോക്കുലർ വിഷൻ ടെസ്റ്റ് ആണ്. നിങ്ങളിപ്പം ഒരു കാര്യത്തിലേക്ക് നോക്കുമ്പോൾ നിങ്ങളുടെ ദൃഷ്ടി നേരെയാണോ, അതായത് നിങ്ങളുടെ രണ്ട് പ്യൂപ്പിൾസും ഒരേ പോയിന്റിലേക്ക് കോർഡിനേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്നുണ്ടോ? നമ്മൾ തെറ്റുകണ്ണെന്നൊക്കെ പറയാറുണ്ട് മലയാളത്തിൽ. സോ അത്തരത്തിലുള്ള കാര്യങ്ങളില്ല എന്ന് ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ബൈനോക്കുലർ വിഷൻ ടെസ്റ്റ് നടത്തപ്പെടുന്നത്.
ക്ലിയർ? അപ്പോൾ ഇതാണ് അടുത്ത ടെസ്റ്റ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നത് നമ്മുടെ കോൺട്രാസ്റ്റ് സെൻസിറ്റിവിറ്റി ടെസ്റ്റ് ആണ്. എന്താ ഈ കോൺട്രാസ്റ്റ് സെൻസിറ്റിവിറ്റി? ഇത് തന്നെയാണ് നമ്മുടെ നൈറ്റ് വിഷൻ ടെസ്റ്റ് എന്ന് പറയുന്നത്. സോ ബേസിക്കലി നമുക്ക് ആർക്കും രാത്രി കാഴ്ചയൊന്നുമില്ല, പക്ഷേ ഇരുട്ടത്ത് നിങ്ങൾ നോക്കുകയാണെങ്കിലും ഇരുട്ടത്ത് നിങ്ങൾക്ക് നിഴലുകളെ വ്യത്യസ്തമായി ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കും അല്ലേ? ചിലത് കുറച്ചും കൂടെ ഡാർക്ക് ആയിരിക്കും, ചിലത് ഇച്ചിരിയും കൂടെ ലൈറ്റ് ആയിരിക്കും. സോ ഈ ഒരു എബിലിറ്റിയാണ് ഈ ടെസ്റ്റിൽ ടെസ്റ്റ് ചെയ്യപ്പെടുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരേ കളറിന്റെ പല കോൺട്രാസ്റ്റുകൾ കാണാൻ പറ്റും. അപ്പോൾ ഇതിൽ ഇഷ്യൂ ഉള്ളവർക്ക് ഇത് കൃത്യമായിട്ട് ഇതിൽ ഏതാണ് ഡാർക്ക് ഏതാണ് ലൈറ്റ് എന്ന് വേർതിരിച്ച് കാണാൻ പറ്റില്ല. അപ്പോൾ ഇതിനെയാണ് നമ്മൾ നൈറ്റ് വിഷൻ ടെസ്റ്റ് എന്ന് പറയുന്നത്. ഇനി അടുത്ത് വരുന്നത് കളർ ബ്ലൈൻഡ്നെസ്സിന്റെ ടെസ്റ്റ് ആണ്. വീണ്ടും കളർ ബ്ലൈൻഡ്നെസ് ചില പോസ്റ്റുകൾക്ക് ആപ്ലിക്കബിൾ ആണ്, അപ്ലൈ ചെയ്യാൻ പറ്റില്ല. എന്നാൽ മറ്റ് ചില പോസ്റ്റുകൾക്ക് കളർ ബ്ലൈൻഡ്നെസ് ഉണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഫോർ എക്സാമ്പിൾ, ഇത് ഏറ്റവും ക്രൂഷ്യൽ ആവുന്നത് നിങ്ങൾ കൺട്രോൾ സിസ്റ്റംസ് റിലേറ്റഡ് ആയിട്ടുള്ള ജോലികൾ ചെയ്യുമ്പോഴാണ്. കാരണം കളർ വിഷൻ ബ്ലൈൻഡ്നെസ് അല്ലെങ്കിൽ കളർ ബ്ലൈൻഡ്നെസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് പച്ച, നീല അല്ലെങ്കിൽ പച്ച, ചുവപ്പ് പോലെയുള്ള കളറുകളെ വ്യത്യസ്തമായിട്ട് കാണാൻ പറ്റുന്നില്ല. അപ്പോൾ നിങ്ങളൊരു കൺട്രോൾ സിസ്റ്റം ഓപ്പറേറ്റ് ചെയ്യുന്ന ആളാണെങ്കിൽ ആ ബട്ടൺസിന്റെ കളർ നിങ്ങൾക്ക് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഓപ്പറേറ്റ് ചെയ്യാൻ സാധിക്കില്ല അല്ലെ? അത് കാരണം ഒരുപാട് അപകടങ്ങൾ ഉണ്ടായേക്കാം. അവിടെയാണ് ഈ ഒരു വിഷൻ ടെസ്റ്റിന് ഒരു റിലവൻസ് വരുന്നത്. അപ്പൊ ഇതുപോലെ ചിലപ്പോൾ ഷേപ്പുകൾ, ഇപ്പൊ നിങ്ങൾക്ക് ഇഷ്യൂസ് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഇതിന്റെ ഉള്ളിൽ 7 എന്ന് പറയുന്ന ഒരു നമ്പർ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇതിന്റെ ഉള്ളിൽ 13 എന്ന് പറയുന്ന മറ്റൊരു നമ്പർ കാണാൻ പറ്റും. പക്ഷെ ഇഷ്യൂ ഉള്ളവർക്ക് ഈ നമ്പേഴ്സ് ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് കാണാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ ഒന്നെങ്കിൽ ഇങ്ങനെ വരാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഷേപ്പുകളൊക്കെ തന്നിട്ടുണ്ടാകാം. സോ ഓരോ കളറുകളെയും നിങ്ങൾക്ക് വ്യത്യസ്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയാനാണ് കളർ വിഷന്റെ ടെസ്റ്റ് നമ്മൾ റെയിൽവേയിൽ നടത്തപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ വരുന്ന പ്രധാനമായിട്ടുള്ള ടെസ്റ്റുകൾ എന്ന് പറയുന്നത്. സോ ഇത് നമ്മുടെ വിഷൻ ബേസ്ഡ് ആയിട്ടുള്ള ടെസ്റ്റുകളാണ്. ബാക്കി വരുന്ന മെഡിക്കൽ ഫിറ്റ്നസ് നോക്കുന്ന നിങ്ങൾക്ക് BP ഉണ്ടോ, കൊളസ്ട്രോൾ ഉണ്ടോ, ഷുഗർ ഉണ്ടോ, പിന്നെ ബ്ലഡ് ടെസ്റ്റ് ഉണ്ടാകും, യൂറിൻ ടെസ്റ്റ് ഉണ്ടാകും. അതൊക്കെ നോർമലി വരുന്ന സ്റ്റാൻഡേർഡ് ടെസ്റ്റുകളാണ്. അത് കൂടാതെ വിഷൻ ബേസ്ഡ് ആയിട്ട് വരുന്ന ടെസ്റ്റുകൾ ഇതെല്ലാമാണ്. ഓക്കെ, അപ്പോൾ ഇത്ര എല്ലാവർക്കും മനസ്സിലായല്ലോ. അപ്പോൾ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് RRB NTPCയുടെ ഈ നോട്ടിഫിക്കേഷൻ വന്ന സമയത്ത് ഗ്രാജുവേറ്റ് ലെവൽ പോസ്റ്റുകൾ, അണ്ടർ ഗ്രാജുവേറ്റ് ലെവൽ പോസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ നമുക്ക് 2 കാറ്റഗറി ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഓരോ പോസ്റ്റിനും വരുന്ന മെഡിക്കൽ ബേസ്ഡ് ആയിട്ടുള്ള എലിജിബിലിറ്റി നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ പ്രൊഫൈൽസ് ഒക്കെ ഞാൻ ഇതിനു മുമ്പ് ഉള്ള വീഡിയോസിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ പല ഫാക്കൽറ്റീസും ഇൻഡിവിജ്വൽ പ്രൊഫൈൽസ് ആയിട്ട് എടുത്തിട്ടുണ്ട്. സോ പ്രൊഫൈലിംഗിലേക്ക് നമ്മൾ പോകുന്നില്ല. ഓരോ പോസ്റ്റിന്റെയും മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് മാത്രമാണ് നമ്മളിവിടെ ഫോക്കസ് ചെയ്യുന്നത്. ബാക്കി ഡീറ്റെയിൽസ് ഞാൻ സ്ലൈഡിൽ ആഡ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്കത് കാണാം. ഓക്കെ, സോ നമ്മുടെ ഈ തന്നിരിക്കുന്ന NTPCയുടെ പോസ്റ്റുകൾ എന്ന് പറയുന്നത് ഗ്രാജുവേറ്റ് ലെവലുണ്ട്, അണ്ടർ ഗ്രാജുവേറ്റ് ലെവലും ഉണ്ട്. രണ്ടിനും കൂടി ഏകദേശം 8000+ വേക്കൻസീസ് ആണ് ഇത്തവണ വന്നിട്ടുള്ളത്. അപ്പോൾ അതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പോസ്റ്റുകൾ CCTS എന്ന് പറയുന്ന ചീഫ് കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് സൂപ്പർവൈസർ, സ്റ്റേഷൻ മാസ്റ്റർ, ഗുഡ്സ് ട്രെയിൻ മാനേജർ, ജൂനിയർ അക്കൗണ്ട്സ് അസിസ്റ്റന്റ് കം ടൈപ്പിസ്റ്റ്, സീനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ്, അതുകൂടാതെ ട്രാഫിക് അസിസ്റ്റന്റ്. ഈ പോസ്റ്റുകളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് CCTSന്റെ പോസ്റ്റാണ്. നിങ്ങൾക്ക് അതിന് വേക്കൻസി ഇവിടെ കാണാം, ഇനീഷ്യൽ പേ കാണാം, അതിന്റെ ഓവറോൾ പ്രൊഫൈലും ഒക്കെ നിങ്ങൾക്ക് ഇവിടെ സ്ലൈഡിൽ കാണാം. ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇതിന്റെ മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് ആണ്. സോ ഈ ഒരു പോസ്റ്റിന്റെ മെഡിക്കൽ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് B2 ആണ്. അപ്പൊ നിങ്ങൾ നേരത്തെ കണ്ട സ്ലൈഡ് ഓർമ്മയുണ്ടോ? A1, A2, A3, B1, B2. സോ ഈ A കാറ്റഗറിയിൽ വരുന്ന ജോലികൾക്കാണ് വിഷൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. സോ A കാറ്റഗറിയിൽ വരുന്ന ജോലികളിൽ നിങ്ങൾക്ക് ലേസർ സർജറി ചെയ്തതാണെങ്കിൽ പോലും അപ്ലൈ ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഇത് B കാറ്റഗറിയിലേക്കാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ വിത്ത് ഓർ വിത്തൗട്ട് ഗ്ലാസസ് എന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ സ്പെക്സ് വെച്ചിട്ടും നിങ്ങൾക്ക് 6/9 അല്ലെങ്കിൽ 6/12 മതി. 6/9ഉം 6/12ഉം ഓർമ്മയുണ്ടല്ലോ. 6/9 എന്ന് പറയുന്നത് നമ്മുടെ 3rd ലാസ്റ്റ് ലൈൻ കണ്ണട വെച്ച് വായിക്കാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, നിങ്ങൾക്ക് ധൈര്യമായിട്ട് അപ്ലൈ ചെയ്യാം. ഓക്കെ, അതേസമയം A കാറ്റഗറിയിലുള്ള പോസ്റ്റുകളാണെങ്കിൽ കണ്ണട ഇല്ലാതെ നിങ്ങൾക്ക് വായിക്കാൻ പറ്റുമെങ്കിൽ മാത്രമാണ് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കുക, ഡിസ്റ്റൻസ് വിഷൻ ഇവിടെ തന്നിട്ടുണ്ട്. വിത്ത് ഓർ വിത്തൗട്ട് ഗ്ലാസസ്, കണ്ണട വെച്ചാലും പ്രശ്നമില്ല, നിയർ വിഷനും അതേപോലെ തന്നെ കണ്ണട വെച്ചാലും ഒരു കുഴപ്പമില്ല, നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. പിന്നെ വരുന്നത് കളർ വിഷൻ ടെസ്റ്റ് ഇവിടെ മാൻഡേറ്ററി അല്ല. നെക്സ്റ്റ് ബൈനോക്കുലർ വിഷൻ ടെസ്റ്റ് ഇവിടെ റിക്വയർഡ് ആണ്. എന്ന് വെച്ചാൽ
ദൃഷ്ടി നേരെ നിൽക്കണം. ആൻഡ് ഫീൽഡ് ഓഫ് വിഷനും നിങ്ങൾ പാസ്സാവണം, നൈറ്റ് വിഷനും പാസ്സാവണം. കളർ ബ്ലൈൻഡ്നെസ് ഉള്ളവർക്കും അപ്പോൾ ഈ പോസ്റ്റിന് അപ്ലൈ ചെയ്യാൻ പറ്റും. കാരണം ഇവിടെ കൂടുതലായിട്ടും നമ്മുടെ എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള ഫീൽഡ് ഡ്യൂട്ടിയോ കൺട്രോൾ സിസ്റ്റംസിന്റെ ഡ്യൂട്ടിയോ ഒന്നും വരുന്നില്ല. അതുകൊണ്ടാണ് ഈ ഒരു പോസ്റ്റിന് D2ന്റെ മെഡിക്കൽ സ്റ്റാൻഡേർഡ് വന്നിരിക്കുന്നത്. ഇനി അടുത്തത് സ്റ്റേഷൻ മാസ്റ്റർ ആണ്. സോ ഒരു സ്റ്റേഷന്റെ ഓൾ ഇൻ ഓൾ ആണ് ഒരു സ്റ്റേഷൻ മാസ്റ്റർ എന്ന് പറയുന്നത്. റെയിൽവേയിൽ തന്നെ ഏറ്റവും ഹയസ്റ്റ് പേയിങ് ആയിട്ടുള്ള ഗ്രാജുവേറ്റ് ലെവൽ പോസ്റ്റ് ആണ്. ഒത്തിരി പേര് ആസ്പയർ ചെയ്യുന്ന ഒരു പോസ്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ മെഡിക്കൽ സ്റ്റാൻഡേർഡ്സും വളരെ ഹൈ ആണ്. ഇവിടെ A2 ആണ് മെഡിക്കൽ സ്റ്റാൻഡേർഡ് വന്നിരിക്കുന്നത്. സോ ഡെഫിനറ്റ്ലി വിത്തൗട്ട് ഗ്ലാസസ് ആണ് നിങ്ങളുടെ വിഷൻ ഇവിടെ ചെക്ക് ചെയ്യാൻ പോകുന്നത്. കണ്ണട വെക്കുന്നവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ലേസർ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് ഈ ജോലിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ അത് ശ്രദ്ധിച്ചു നോക്കുക. കാരണം നിങ്ങൾ അപ്ലൈ ചെയ്ത് പോസ്റ്റ് പ്രിഫറൻസ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവസാനം നിങ്ങൾ റിഗ്രറ്റ് ചെയ്യുന്നതിനേക്കാളും ബെറ്റർ ആദ്യം തന്നെ അതിനനുസരിച്ച് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നതാണ്. സോ 6/9 വിത്തൗട്ട് ഗ്ലാസസ്. 6/9 എന്ന് പറയുന്നത് 12ന്റെയും താഴെയാണ്. അപ്പോൾ ഇവിടെ സെക്കൻഡ് ലാസ്റ്റ് ലൈൻ നിങ്ങൾക്ക് ഗ്ലാസ് ഇല്ലാണ്ട് വായിക്കാൻ പറ്റിയെങ്കിൽ മാത്രമാണ് ഇതിന് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. സെയിം ഇവിടെ നിയർ വിഷനും വിത്തൗട്ട് ഗ്ലാസസ് തന്നെയാണ്. കളർ വിഷൻ ടെസ്റ്റ് പാസ്സാവണം, ബൈനോക്കുലർ വിഷൻ പാസ്സാവണം, ഫീൽഡ് ഓഫ് വിഷനും നൈറ്റ് വിഷനും എല്ലാ ടെസ്റ്റും പാസ്സാവുന്നവരാണ് A1, A2, A3 കാറ്റഗറീസിലുള്ളത്. സോ എങ്കിലാണ് നിങ്ങൾക്ക് ഇതിന് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി അടുത്തത് ഗുഡ്സ് ട്രെയിൻ മാനേജർ, GTM എന്ന് പറയുന്ന പോസ്റ്റാണ്. സോ അത് കൂടുതലും ഫ്രൈറ്റ് ട്രെയിനിന്റെ അല്ലെങ്കിൽ ഗുഡ്സ് ട്രെയിനിന്റെ മൂവ്മെന്റ്സ് ട്രാക്ക് ചെയ്യുന്ന പോസ്റ്റാണ്. ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇനി ഈ പോസ്റ്റിലേക്ക് വരുമ്പോൾ വീണ്ടും A2 തന്നെയാണ് മെഡിക്കൽ സ്റ്റാൻഡേർഡ്. എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ പറഞ്ഞ സ്റ്റേഷൻ മാസ്റ്ററിന്റെ അതേ മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് തന്നെ ആണ് ഇവിടെയും വരുന്നത്. ഗ്ലാസസ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ബാക്കി 4 ഐ ടെസ്റ്റുകളും നിങ്ങൾ ഇവിടെ പാസ്സാവണം. ഇനി നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ജൂനിയർ അക്കൗണ്ട് അസിസ്റ്റന്റ് കം ടൈപ്പിസ്റ്റ് എന്ന് പറയുന്ന പോസ്റ്റാണ്. അപ്പോൾ ഇവിടേക്ക് വരുമ്പോൾ ഇതൊരു ക്ലെറിക്കൽ പോസ്റ്റാണ്. അപ്പോൾ നമ്മുടെ മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് കുറച്ചും കൂടെ ലീനിയൻ്റ് ആയിട്ട് വരുന്ന ഒരു പോസ്റ്റാണിത്. അതുകൊണ്ട് തന്നെ നമ്മുടെ മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് ഇവിടെ C2 മാത്രമാണ് വരുന്നുള്ളൂ. A കാറ്റഗറി, B കാറ്റഗറി, C കാറ്റഗറി. ഏറ്റവും താഴെയാണ് C കാറ്റഗറി. അതുകൊണ്ട് ഏറ്റവും ലീനിയൻ്റ് ആയിട്ടുള്ള ഒരു മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് വരുന്ന പോസ്റ്റാണിത്. ഓക്കെ, അത് നിങ്ങൾ ഇവിടെ നോക്കിയാൽ കാണാം. വിത്ത് ഓർ വിത്തൗട്ട് ഗ്ലാസസ് ഉണ്ടെങ്കിലും കുഴപ്പമില്ല, ഇല്ലെങ്കിലും കുഴപ്പമില്ല. 6/12 ആണ് അല്ലേ. അപ്പോൾ നിങ്ങളുടെ 4th ലാസ്റ്റ് ലൈൻ വായിക്കാൻ പറ്റിയാൽ മതി. ഗ്ലാസസ് ഉണ്ടെങ്കിലും പ്രശ്നമില്ല. നെക്സ്റ്റ് ഇവിടെ നിയർ വിഷൻ ടെസ്റ്റ് ചെയ്യുമ്പോഴും ഗ്ലാസസ് ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. കളർ വിഷൻ ടെസ്റ്റ് മാൻഡേറ്ററി അല്ല, വേണമെങ്കിൽ ചെയ്താൽ മതി. ബൈനോക്കുലർ വിഷൻ റിലാക്സ്ഡ് ആണ്. എന്ന് വെച്ചാൽ അതും അത്ര ലീനിയൻറ്റ് ആയിട്ടുള്ളൊരു കാറ്റഗറിയാണ്, സ്ട്രിക്റ്റ് അല്ല. ആൻഡ് ഇവിടെ ഫീൽഡ് ഓഫ് വിഷൻ ബേസിക്സ് നോക്കിയാൽ മതി, നൈറ്റ് വിഷനും വേണ്ട. സോ ഏറ്റവും ലീനിയൻ്റ് ആയിട്ട് വരുന്ന ഒരു പോസ്റ്റ് ഇവിടെയാണ്. ബിക്കോസ് ഇത് കംപ്ലീറ്റ്ലി ക്ലറിക്കൽ ആയിട്ട് വരുന്ന ഒരു പോസ്റ്റാണ്. ഇനി അടുത്തത് സീനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ്. അപ്പോൾ ഇത് വീണ്ടും ഒരു ഓഫീസ് ബേസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഡെസ്ക് ജോബ് പോലത്തെ വരുന്ന പോസ്റ്റാണ്. അതുകൊണ്ട് തന്നെ ഇവിടെയും നമുക്ക് ലീനിയൻ്റ് ആയിട്ടുള്ള ഒരു മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് ആണ് കാണാൻ പറ്റുന്നത്. ഇവിടെയും C2 ആണ്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് ഈ C2 എന്ന് പറയുന്ന കാറ്റഗറിയും വരുന്നത്. ക്ലിയർ ആയല്ലോ എല്ലാവർക്കും. ഇനി അടുത്തത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ട്രാഫിക് അസിസ്റ്റന്റ് എന്ന് പറയുന്ന പോസ്റ്റാണ്. സോ ട്രാഫിക് അസിസ്റ്റന്റ് വീണ്ടും വളരെയധികം കാഴ്ചയെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു പോസ്റ്റാണ്. നമ്മുടെയൊക്കെ നാട്ടിലുള്ള ആക്ച്വൽ ട്രാഫിക് പോലീസ് പോലെ ട്രെയിനുകളുടെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സിഗ്നലിങ്ങിനെ, അതായത് കളറിനെയൊക്കെ ഭയങ്കരമായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു പോസ്റ്റാണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ വിഷ്വൽ സ്റ്റാൻഡേർഡ്സും A2 ആണ്. ഓക്കെ, അപ്പോൾ കളർ ബ്ലൈൻഡ്നെസ് ഉള്ളവർക്ക് ഒരിക്കലും അപ്ലൈ ചെയ്യാൻ പറ്റില്ല. കളർ വിഷൻ ടെസ്റ്റ് ഇവിടെ മാൻഡേറ്ററി ആണ്. വിത്തൗട്ട് ഗ്ലാസസ് ആണ്. ലേസർ ഉള്ളവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റില്ല. 6/9 and 0.6 ആണ് വിത്തൗട്ട് ഗ്ലാസസ് വരുന്നത്. ബൈനോക്കുലർ വിഷൻ നിങ്ങൾ പാസ്സാവണം, ഫീൽഡ് ഓഫ് വിഷൻ പാസ്സാവണം, നൈറ്റ് വിഷനും പാസ്സാവണം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനലായിട്ട് വരുന്ന ഗ്രാജുവേറ്റ് ലെവലിൽ വരുന്ന പോസ്റ്റിൻ്റെ ഒരു മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ഞാനിവിടെ ജസ്റ്റ് ഒരു സമ്മറി പോലെ വെച്ചിട്ടുണ്ട്. നിങ്ങൾക്കിപ്പോൾ ഇത് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ഇതാ ഈ ഒരു ഒറ്റ സ്ലൈഡിൻ്റെ സ്ക്രീൻഷോട്ട് നിങ്ങളൊന്ന് എടുത്താൽ മതി കേട്ടോ. നിങ്ങൾക്ക് ഏതിനാണോ അപ്ലൈ ചെയ്യേണ്ടത് ഈ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഏത് പോസ്റ്റിന് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ക്ലിയർ ആയല്ലോ. ഇനി അടുത്തതായി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇതിൽ തന്നെ വരുന്ന അണ്ടർ ഗ്രാജുവേറ്റ് പോസ്റ്റുകളുടെ ഡീറ്റെയിൽസ് ആണ്. സോ 4 അണ്ടർ ഗ്രാജുവേറ്റ് പോസ്റ്റുകളാണ് ഇവിടെ വന്നിരിക്കുന്നത്. കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് ക്ലർക്ക്, അക്കൗണ്ട്സ് ക്ലർക്ക് കം ടൈപ്പിസ്റ്റ്, ജൂനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് ആൻഡ് ട്രെയിൻസ് ക്ലർക്ക്. ഇതിലെല്ലാം കൂടെ 3000 സംതിങ് വേക്കൻസി ആണ് വന്നിരിക്കുന്നത്. ഗ്രാജുവേറ്റ് പോസ്റ്റുകൾക്ക് 5000 സംതിങ് ആണ്. രണ്ടും കൂടെ ചേർത്ത് 8500ന്റെ അടുത്താണ് വേക്കൻസി വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് വരുന്നത് കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് ക്ലർക്ക് എന്ന് പറയുന്ന പോസ്റ്റാണ്. അപ്പോൾ ഇത് നമ്മുടെ പാസഞ്ചർ ഒക്കെ ആയിട്ട് ഹൈലി ഇന്ററാക്ട് ചെയ്യേണ്ടി വരുന്ന ഒരു പോസ്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏറ്റവും ഹൈ ലെവലിലില്ല, ഏറ്റവും ലോ ലെവലും അല്ല, ഇതിന്റെ മീഡിയം ലെവലിൽ വരുന്ന B2 ആണ് ഇവിടുത്തെ ഐസൈറ്റ് റിക്വയർമെന്റ്സ് എന്ന് പറയുന്നത്.
ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് വിത്ത് ഓർ വിത്തൗട്ട് ഗ്ലാസസ് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. നമ്മുടെ 4th ലാസ്റ്റ് ലൈൻ വായിച്ചാൽ മതി, അല്ലെങ്കിൽ 3rd ലാസ്റ്റ് ലൈൻ കണ്ണട വെച്ചിട്ട് വായിച്ചാലും മതി. നിയർ വിഷൻ ടെസ്റ്റും കണ്ണട ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. പിന്നെ ഫീൽഡ് ഓഫ് വിഷൻ ടെസ്റ്റ് എന്തായാലും പാസ് ചെയ്യണം, കാരണം നിങ്ങൾ കസ്റ്റമറുമായിട്ട് ഇന്ററാക്ട് ചെയ്യേണ്ട ജോലിയാണ്. സോ നിങ്ങളുടെ സൈഡിലൊക്കെ ആൾക്കാർ നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഫീൽ ചെയ്യാൻ പറ്റണം. ഇത് പാസ് ചെയ്യണം. കളർ വിഷൻ ടെസ്റ്റ് ഒന്നും മാൻഡേറ്ററി അല്ല. ഇനി അടുത്ത വരുന്ന പോസ്റ്റ് അക്കൗണ്ട് ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് ആണ്. ഇത് വീണ്ടും ഒരു ഡെസ്ക് ജോബ് ആയതുകൊണ്ട് തന്നെ ഹൈ ആയിട്ടുള്ള മെഡിക്കൽ സ്റ്റാൻഡേർഡ്സും വിഷ്വൽ സ്റ്റാൻഡേർഡ്സും ഇവിടെ വരുന്നില്ല. ഇവിടെ C2 റിലാക്സ്ഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. C2 എന്ന് പറഞ്ഞാൽ താഴത്തെ കാറ്റഗറിയിലാണ്. അപ്പോൾ ഡിസ്റ്റൻസ് വിഷൻ വിത്ത് ഓർ വിത്തൗട്ട് ഗ്ലാസസ് 4th ലാസ്റ്റ് ലൈൻ വായിച്ചാൽ മതി. വീണ്ടും നിയർ വിഷനും അതുപോലെ തന്നെ ഗ്ലാസസ് ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. ബേസിക് റീഡിംഗ് ആൻഡ് ക്ലോസ് വർക്ക് കേപ്പബിലിറ്റി റിക്വയർഡ് എന്ന് മാത്രമേ പറയുന്നുള്ളൂ. സോ സ്യൂട്ടബിൾ ഫോർ ക്ലറിക്കൽ റോൾസ്, അതുകൊണ്ട് തന്നെ ഇത് റിലാക്സ്ഡ് ആയിട്ടാണ് വരുന്നത്. ഇനി അടുത്തത് നമ്മുടെ ജൂനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ്. ഇത് വീണ്ടും ഒരു ക്ലറിക്കൽ പോസ്റ്റ് ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ പോസ്റ്റിലേക്കും വിഷ്വൽ സ്റ്റാൻഡേർഡ്സ് ഒക്കെ വളരെ ലീനിയന്റ് ആണ്. സോ ഇവിടെ കൂടുതലായിട്ടും ക്ലറിക്കൽ ടാസ്കുകൾ ഹാൻഡിൽ ചെയ്യുക, ഡോക്യുമെന്റ്സ് ഒക്കെ ഡ്രാഫ്റ്റ് ചെയ്യുക, ഡേറ്റ മാനേജ് ചെയ്യുക തുടങ്ങിയിട്ടുള്ള ജോലികളാണ് ഇവിടെ ചെയ്യാനായിട്ടുള്ളൂ. അപ്പോൾ ഇവിടേക്ക് വരുമ്പോഴും C2 തന്നെയാണ് നമ്മുടെ വിഷ്വൽ സ്റ്റാൻഡേർഡ്സ് വരുന്നത്. ഡിസ്റ്റൻസ് വിഷൻ വിത്ത് ഓർ വിത്തൗട്ട് ഗ്ലാസസ്, നിയർ വിഷനും വിത്ത് ഓർ വിത്തൗട്ട് ഗ്ലാസസ് തന്നെയാണ് വരുന്നത്. സോ നോർമൽ സിമിലർ ടു അക്കൗണ്ട്സ് ക്ലർക്ക് സ്റ്റാൻഡേർഡ് തന്നെയാണ് ഈ ഒരു ജോലിക്കും വരുന്നത്. ഓക്കെ, ഇനി അടുത്ത വരുന്ന ഒരു പോസ്റ്റ് ട്രെയിൻസ് ക്ലർക്ക് എന്ന് പറയുന്ന പോസ്റ്റാണ്. അപ്പോൾ ഇതും വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു പോസ്റ്റാണ്. ഓരോ ട്രെയിനിലും എത്ര കോച്ചസ് ഉണ്ട് അതൊക്കെ മാനുവലി നോക്കി കണ്ടുപിടിച്ച് നമ്മുടെ സിസ്റ്റമിലേക്ക് എൻ്റർ ചെയ്ത് ഒത്തിരി കോർഡിനേഷൻ വേണ്ട ഒരു ജോലിയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു പോസ്റ്റിന്റെ മെഡിക്കൽ സ്റ്റാൻഡേർഡ്സും ഹൈ തന്നെയാണ്. അപ്പോൾ ഇവിടെ നോക്കുക, ഇത് A1 A2 A3 ആണ് വരുന്നത്. A കാറ്റഗറിയിൽ ഏറ്റവും ലാസ്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഇവിടെ വിത്ത് ഓർ വിത്തൗട്ട് ഗ്ലാസസ് എന്നാണ് തന്നിരിക്കുന്നത്. A3 വരുമ്പോൾ നിങ്ങൾക്ക് ഗ്ലാസസ് ഉണ്ടെങ്കിലും കുഴപ്പമില്ല. A1നും A2നും അത് പറ്റില്ല. ഇത് വിത്ത് ഓർ വിത്തൗട്ട് ഗ്ലാസസ് ആണ് തന്നിരിക്കുന്നത്. ഇനി ബാക്കി എല്ലാ ടെസ്റ്റുകളും നിങ്ങൾ പാസ്സാവണം. കളർ വിഷൻ ടെസ്റ്റ് പാസ്സാവണം, ബൈനോക്കുലർ വിഷൻ, ഫീൽഡ് ഓഫ് വിഷൻ ആൻഡ് നൈറ്റ് വിഷൻ, ഇതെല്ലാം തന്നെ നിങ്ങൾ പാസ്സാവേണ്ടതാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെയും ഒരു സമ്മറി നമ്മളിവിടെ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാം. ട്രെയിൻസ് ക്ലർക്കിന് A3 ആണ്, കൊമേഴ്ഷ്യൽ ടിക്കറ്റ് ക്ലർക്കിന് B2, ക്ലർക്ക് അല്ലെങ്കിൽ ടൈപ്പിസ്റ്റ് പോസ്റ്റുകൾക്ക് C2 ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്താൽ ഇതിനൊക്കെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്നും മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഇന്നത്തെ സെഷനിൽ പറയുന്നത്. സോ ഞാൻ നേരത്തെ പറഞ്ഞ A1 A2 പോസ്റ്റുകളിലേക്കൊന്നും ലാസിക് സർജറി ചെയ്യാനായിട്ട് ചെയ്തിരിക്കുന്നവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. സോ അങ്ങനെയുള്ളവർ ഇവിടെ ശ്രദ്ധിച്ചു നോക്കുക. ഈ പോസ്റ്റുകളിലേക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ലാസിക് സർജറി ചെയ്തിട്ടില്ല എന്നുള്ളതിൻ്റെ ഒരു ഡിക്ലറേഷൻ നിങ്ങൾ ഫില്ല് ചെയ്ത് സൈൻ ചെയ്ത് കൊടുക്കണം. അത് നിങ്ങൾ കൊടുക്കുന്ന ഒരു പ്രൂഫാണ്. സോ അതിൽ മിസ്റ്റേക്സ് ഒന്നും വരാൻ പാടില്ല. അപ്പോൾ അതിൻ്റെ ഫോമും കൂടെ ഞാനിവിടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. A1 ആൻഡ് A2 കാറ്റഗറിക്ക് മാത്രമാണ് ഈ പ്രശ്നമുള്ളൂ. വേറെ കാറ്റഗറീസിനൊന്നും ഈ പ്രശ്നമല്ല. ലേസർ സർജറി ചെയ്തവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ പറയാനുള്ളത്. സോ NTPC എക്സാമിൻ്റെ ആപ്ലിക്കേഷൻ വിൻഡോ ക്ലോസ് ആവാൻ പോവുകയാണ്. November 20th ഗ്രാജുവേറ്റ് ലെവൽ പോസ്റ്റുകളുടെ ആപ്ലിക്കേഷൻ വിൻഡോ ക്ലോസ് ആവുക. November 27th അണ്ടർഗ്രാജുവേറ്റ് ലെവൽ പോസ്റ്റുകളുടെ ആപ്ലിക്കേഷൻ വിൻഡോവും ക്ലോസ് ആകും. അവസാനത്തിലേക്ക് വെയിറ്റ് ചെയ്യരുത്. എല്ലാവരും എത്രയും പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക. നിങ്ങളുടെ പ്രിപ്പറേഷൻ നന്നായിട്ട് തന്നെ പോട്ടെ. എക്സാം December January എന്തായാലും ഉണ്ടാകും. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ എൻട്രി നിങ്ങളുടെ കൂടെയുണ്ട്. നിങ്ങൾക്കായി ഒരു RRB NTPC ഒരു സൂപ്പർ 30 ബാച്ച് നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഈ സൂപ്പർ 30 എന്നൊക്കെ പറയുന്നത് ബേസിക്കലി ഒരു ബാച്ചിലാകെ 30 സ്റ്റുഡൻസ് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഓരോ സ്റ്റുഡൻറ്റിനും ഇൻഡിവിജ്വലൈസ്ഡ് ആയിട്ടുള്ള അറ്റൻഷനും കെയറും മോട്ടിവേഷനും ലഭിക്കുന്ന ക്ലാസ്സസ് ആയിരിക്കും ഉണ്ടാവുക. റെക്കോർഡഡ് ക്ലാസ്സസ് കിട്ടും, ലൈവ് ക്ലാസ്സസ് ഉണ്ട്, ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസ് ഉണ്ട്, മെന്റർഷിപ്പ് 24/7 ഉണ്ട്, നമ്മളുടെ നോട്ട്സ് നിങ്ങൾക്ക് ലഭിക്കും, സ്റ്റഡി മെറ്റീരിയൽസ് ലഭിക്കും. അതുകൂടാതെ എക്സാം പോലെ തന്നെയുള്ള മോക്ക് ക്വസ്റ്റ്യൻസും ലൈവ് ക്വിസസും ലഭിക്കും. ഓക്കെ, നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ പോലും നിങ്ങളെ ഒരു 3 ലെവൽ സ്റ്റഡീസിലൂടെ ബേസിക് ലെവൽ പ്രിപ്പറേഷൻ, വീണ്ടും നിങ്ങളുടെ വീക്കർ ഏരിയ ഫോക്കസ്, അതിൻ്റെ കൂടെ തന്നെ അഡ്വാൻസ്ഡ് എക്സാം ലെവൽ പ്രിപ്പറേഷൻ വരെ നിങ്ങളെ കൊണ്ടുവന്ന് നിങ്ങൾക്ക് റാങ്ക് നേടി തരുന്ന കാര്യം എൻട്രി 8. ഓക്കെ, അപ്പം നിങ്ങളും അതിനനുസരിച്ച് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും ഡൗട്ടോ ക്വസ്റ്റനോ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന ഈ നമ്പറിൽ നിങ്ങൾക്ക് നമ്മളെ കണക്ട് ചെയ്യാവുന്നതാണ്. ഇനി അത് മാത്രമല്ല, നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസോ ഫീഡ്ബാക്കോ ഉണ്ടെങ്കിൽ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുള്ള ഗൂഗിൾ ഫോമിലൂടെ നമ്മൾ എഴുതി അറിയിക്കാം. വീഡിയോനെ പറ്റിയിട്ടുള്ള കോമെന്റ്സും എഴുതി അറിയിക്കുക. ഇനിയും നിങ്ങൾക്ക് എങ്ങനത്തെ ടോപ്പിക്സ് ആണ് വീഡിയോയിൽ വേണ്ടത് അതറിയാനും നിങ്ങളുടെ സജഷൻസ് ഉണ്ടെങ്കിൽ അതും കോമെന്റ്സിലൂടെ എഴുതി അറിയിക്കാം. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോസ് മിസ്സാവാതിരിക്കാൻ വേണ്ടി തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക. ഇനി അടുത്ത വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.